നമ്മുടെ തിരുവവതാര ധ്യാനത്തിൻ്റെ ഈ ചെറിയ സംഗീത ധ്യാനത്തിൻ്റെ 4ാമത്തെ ദിവസമാണിന്ന്. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന പുതുമയും സ്വർഗീയ വെളിപാടുകളും തിരുസന്ദേശങ്ങളും ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്നത് നക്ഷത്രത്തെക്കുറിച്ചാണ്. നക്ഷത്രം. എന്തിനാണ് താരകമേ കണ്ണു ചിമ്മും താരകമേ നീ ചെരിഞ്ഞ് നോക്കുന്നതീ പുൽക്കൂട്ടിൽ? ചന്ദ്രനെ കാണുവാനോ തങ്കമുടി ചൂടുവാനോ നീ ചെരിഞ്ഞ് നോക്കുന്നതീ പുൽക്കൂട്ടിൽ? ഉണ്ണിമിശിഹായെ കാണാൻ, ഉണ്ണിമിശിഹായെ കാണാൻ, ഉണ്ണിമിശിഹായെ കാണാൻ, ഉണ്ണിമിശിഹായെ കാണാൻ, ഉണ്ണിമിശിഹായെ കാണാൻ, ഉണ്ണിമിശിഹായെ കാണാൻ. നക്ഷത്രം ഈശോയെ കണ്ടു. നക്ഷത്രം ഈശോയ്ക്ക് വഴികാട്ടിയായി. നക്ഷത്രം പുൽക്കൂടിൻ്റെ മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം ഉണ്ണീശോയുടെ ദിവ്യദർശനത്താൽ കൂടുതൽ പ്രശോഭിതമായി എന്നൊക്കെ ഇമേജറി കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും വേദവചനം ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോഴും നക്ഷത്രം എന്താണെന്നൊരു ചിന്ത കൂടി നമുക്ക് വേണ്ടേ? ആകാശത്തിൻ്റെ എങ്ങോ കോണിൽ, ഏതോ കോണിൽ ഉദിച്ചുയർന്ന ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ചാണോ ദൈവത്തിൻ്റെ വചനം, വേദഗ്രന്ഥത്തിലെ വാമൊഴികൾ? അല്ലെന്ന എൻ്റെ ഒരു ചിന്ത. അതൊരു പ്രത്യാശ നക്ഷത്രമല്ലേ? ഉണ്ണിമിശിഹായി കാണുന്നത് ആരാ? ആരുടെ കണ്ണുകളാ? പ്രത്യാശയുള്ളവൻ്റെ കണ്ണുകൾ. അപ്പം ഈ നക്ഷത്രം പ്രത്യാശ തന്നെയാണ്. നക്ഷത്ര കണ്ണുകൾ പ്രത്യാശ കണ്ണുകളാണ്. അഥവാ പ്രത്യാശയുള്ള കണ്ണുകൾ നക്ഷത്ര കണ്ണുകളാണ്. ആ പ്രത്യാശ നിനക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ചോദ്യം. പുൽക്കൂടുണ്ട്, വർണ്ണാഭമായ ദീപങ്ങളുണ്ട്, ലാത്തിരി, പൂത്തിരി, കമ്പിപ്പൂത്തിരിയൊക്കെ ഉണ്ട്. പക്ഷെ പ്രത്യാശയുടെ കണ്ണ്, ആശിക്കാനൊന്നുമില്ലാത്ത ലോകം, ആശ അറ്റുപോകുന്ന ലോകം, കരഞ്ഞ് കരഞ്ഞ് കണ്ണ് നീര് വയ്ക്കുന്ന ഒരു ലോകത്തിൽ പ്രത്യാശയുടെ കണ്ണ് സൂക്ഷിക്കുന്നവൻ നക്ഷത്രമാകും. പണ്ടൊരിക്കൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തന്നു, മനസ്സിൽ നക്ഷത്രമുള്ളവനാണ് രാജാക്കന്മാർ. മനസ്സിൽ നക്ഷത്രമുള്ളവനാണ് രാജാക്കന്മാർ. അങ്ങ് ദൂരെ നിന്ന് അവർ കൊണ്ടുവന്നത് പൊന്നും മീറയും കുന്തിരിക്കൊന്നുമല്ല, അകത്ത് ജ്വലിച്ചു നിൽക്കുന്ന പ്രത്യാശയുടെ നക്ഷത്രം. രക്ഷകനെ കണ്ടേ തീരൂ, കണ്ടേ പോകൂ, കണ്ടേ തീരൂ. വഴിമാറാതെ നക്ഷത്രത്തിൻ്റെ വഴിയെ പോയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രത്യാശ മങ്ങാതെ അവർ നീണ്ട നാളുകൾ യാത്ര ചെയ്തെന്നാ. ഇത് തന്നെയാണ് തിരുക്കുടുംബത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചത്. സത്രം അടഞ്ഞു, വാതിലടഞ്ഞു. സത്രം സൂക്ഷിപ്പുകാർ വേറെ പണി നോക്കാൻ പറഞ്ഞു. പോയാ ഗോശാലയിൽ എങ്ങാനും കിടക്കാൻ പറഞ്ഞു. പക്ഷേ സത്രവാതിലെല്ലാം അടയുമ്പോൾ, മിത്രഭാവമെല്ലാം മറയുമ്പോൾ, അകലുമ്പോൾ ഒരു നക്ഷത്രം തലയ്ക്ക് മുകളിൽ പൂക്കും. അതറിയുന്നവനാണ് യഥാർത്ഥ ക്രിസ്മസ് ഉള്ളത്. കുഞ്ഞ്, നിന്റെ ജീവിതം എന്തുമായിക്കോട്ടെ, എത്ര തകർന്നതും പിടഞ്ഞതും മുറിഞ്ഞതും ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത വിധം പടുകുഴിയിൽ വീണതുമായിക്കൊള്ളട്ടെ, സത്രമായ സത്രം മുഴുവൻ അടഞ്ഞു, മിത്രങ്ങളെല്ലാം അകന്നു, സകലരും കൈമലർത്തി വാതിലടച്ചു. പക്ഷേ ബൈബിൾ നിനക്ക് തരുന്നൊരു സത്യമുണ്ട്. സത്രവാതിലെല്ലാം അടയുമ്പോൾ, മിത്രഭാവമെല്ലാം അകലുമ്പോൾ, താരം പൂക്കും താമര പോലെ, താരം പൂക്കും ഒരു താമര പോലെ, താരം പൂക്കും താമര പോലെ, താരം പൂക്കും താമര പോലെ. ഈ കൊച്ചു ഗാനം നമുക്ക് ഒരുമിച്ച്, ഇപ്പം നിങ്ങളുടെ കൂടെ അപ്പനും അമ്മയും മക്കളും എല്ലാം ഉണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കരം ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. മക്കളെ, അല്ലെങ്കിൽ ചാച്ച, അമ്മേ, സത്രവാതിലെല്ലാം അടഞ്ഞാൽ, ആര് കൈ മലർത്തിയാലും, ആര് കൈ ഒഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഉദിക്കും. അതാ വലിയ പ്രത്യാശ. നിങ്ങളുടെ പ്രത്യാശയാണ് നക്ഷത്രം, അല്ലാതെ ആകാശവിധാനത്തിലെ ഒരു തേജോഗോളമല്ല. നിങ്ങളുടെ ചങ്കിലെ പ്രത്യാശയാണ് നക്ഷത്രം. നിങ്ങളുടെ പ്രത്യാശ കെട്ടുപോയാലോ,
നക്ഷത്രം ഇരുണ്ടു പോകും, ഭൂലോകം ഇരുണ്ടു പോകും, സത്രവാതിലെല്ലാം അടയുമ്പോൾ. സത്രവാതിലെല്ലാം അടയുമ്പോൾ, മിത്രഭാവമെല്ലാം അകലുമ്പോൾ, താരം പൂക്കും താമര പോലെ, താരം പൂക്കും താമര പോലെ, താരം പൂക്കും താമര പോലെ, താരം പൂക്കും താമര പോലെ. ഈ ക്രിസ്മസ് വഴിത്താരയിൽ, ഈ ക്രിസ്മസിൻ്റെ ശുഭമുഹൂർത്തത്തിൽ സങ്കീർത്തനം 71:14 നമ്മുടെ ചങ്കിലുണ്ടെങ്കിൽ ഈ 4-ാം ദിവസം പരിപൂർണമാകും, പരിശുദ്ധമാകും. സങ്കീർത്തനം 71:14 പറയുന്നു, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, മേൽക്കുമേൽ വീണ്ടും വീണ്ടും അങ്ങയെ പുകഴ്ത്തുകയും ചെയ്യും. ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ഒരു നക്ഷത്രദീപം തെളിച്ചാൽ, ദൈവത്തെ സ്തുതിച്ച് സ്തുതിയുടെ എണ്ണ ചാർത്തി, സ്തുതിയുടെ എണ്ണ ഒഴുക്കി നിന്റെ പ്രത്യാശയുടെ നക്ഷത്രം തെളിച്ചാൽ ഒരിക്കലും നിന്റെ മുഖം വാടുകയില്ല. നക്ഷത്രം ചങ്കിലുള്ള മനുഷ്യ, നിന്റെ മിഴികൾ നിറഞ്ഞൊഴുകുമ്പോഴും നിന്റെ മുമ്പിൽ സത്രമടയുമ്പോഴും നീ സഹനത്തെ ആഘോഷമാക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം പുറത്തുനിന്ന് ആരെങ്കിലും കുത്തുകയോ തകർക്കുകയോ പിടിച്ചു വലിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലെ പ്രത്യാശ ചോർന്നു പോകുന്നതുകൊണ്ടാണ്, തോർന്നു പോകുന്നതുകൊണ്ടാണ്, തകർന്നു പോകുന്നതുകൊണ്ടാണ്, വാർന്നു പോകുന്നതുകൊണ്ടാണ്. സ്തുതിയുടെ എണ്ണ ഒഴിച്ച് പ്രത്യാശ നക്ഷത്രം തെളിക്കാത്ത മനുഷ്യ, നിനക്കെന്ത് ക്രിസ്മസ്? സത്രത്തിൻ്റെ മുമ്പിൽ വഴിയടഞ്ഞ്, മിഴി നിറഞ്ഞ്, കരൾ നിറഞ്ഞ്, കഴിവ് നഷ്ടപ്പെട്ട്, കൈയൊഴിഞ്ഞ് നിസ്സഹായതയുടെ നെടുവീർപ്പിൻ്റെ നടുവിൽ നിന്ന ഒരു അപ്പനും അമ്മയുമില്ലേ? മേരി മിഴികൾ നിറയല്ലേ, സത്രമെല്ലാം അടഞ്ഞു കഴിഞ്ഞു. കാലിക്കൂട്ടിലെ വൈക്കോൽ മെത്ത ഒരാനന്ദ തൽപ്പം ആക്കാം, ആനന്ദ തൽപ്പം ആക്കാം. അപ്പോൾ മറിയം യോസേപ്പിതാവിൻ്റെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞതുപോലൊരു ചിന്ത ഒരിക്കൽ എൻ്റെ മനസ്സിൽ വന്നു. സഹനത്തെ, സങ്കടത്തെ, വഴിയടഞ്ഞതിനെ ഒരു ആനന്ദ കിടക്കയാക്കാമെന്ന് യോസേപ്പിതാവ് ആ അടഞ്ഞ സത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞപ്പം മാതാവ് നിരാശപ്പെട്ടു പോവുകയല്ല, അതുക്കും മേലെയുള്ള പ്രത്യാശയോടെ മറിയം പറഞ്ഞു, പ്രഭോ സഹനത്തിൽ മഴവില്ലു കണ്ടു ഞാൻ, കരയില്ല മേലിൽ തെല്ലും. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്നു ഞാൻ കരുതി നീങ്ങിടാമേ. നിന്റെ നിഴലിൽ പാടിടാമേ. സഹനം, സഹനം ആഘോഷമാക്കാം, ആനന്ദ തൽപ്പമാക്കാം. സഹനം ആഘോഷമാക്കാം, ആനന്ദ തൽപ്പമാക്കാം. സഹനം ആഘോഷമാക്കാം, ആനന്ദ തൽപ്പമാക്കാം. സ്തോത്രഗീതം പാടിക്കൊണ്ട് കദ്രോൺ താഴ്വരയിലേക്ക് അവൻ ഇറങ്ങി. സ്തോത്രഗീതം പാടിക്കൊണ്ട് കദ്രോൺ താഴ്വരയിലേക്ക് അവൻ ഇറങ്ങി എന്ന ബൈബിൾ വചനം എങ്ങനെ സാധിച്ചു? അവൻ്റെ പ്രത്യാശയെന്നുള്ളാൻ ആർക്കും സാധിച്ചില്ല. ചങ്കിൻ്റെ മുമ്പിൽ കെദ്രോൺ താഴ്വരയാ, കുരിശ, കാൽവരിയ, കയ്പ, മുൾമുടിയ, ചമ്മട്ടിയ, ചാട്ടവാറ. പക്ഷേ അവൻ ഒരു പ്രത്യാശ ഗീതം പാടിക്കൊണ്ടിറങ്ങി. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ നക്ഷത്രം ഒരിക്കലും മങ്ങിയില്ല. ക്രിസ്തുവിൻ്റെ നക്ഷത്രം മങ്ങാത്തത് കൊണ്ട് എൻ്റെ പ്രത്യാശ നക്ഷത്രവും മങ്ങരുത്. ജോബിൻ്റെ പുസ്തകം 11:18 പ്രത്യാശ ഉള്ളത് കൊണ്ട് നീ
നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. വേറൊന്നുമല്ല, പുറത്തുനിന്നൊന്നുമല്ല. ദൈവിക സാന്നിധ്യം വരുന്നത് പുറത്തു നിന്നൊരു ദൈവിക സംവിധാനമായിട്ടല്ല. നിന്റെ അകത്തെ പ്രത്യാശയിലൂടെ കർത്താവ് കൈതൊടും. നിന്റെ അകത്തെ പ്രത്യാശയിലൂടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. നിന്റെ അകത്താണ് ഉദ്ധിതൻ കല്ലറ പൊട്ടിച്ചു വരുന്നത്. അത് നിന്റെ പ്രത്യാശയിലാണ്. പ്രത്യാശയില്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയാണോ? കരയാൻ 100 കൂട്ടം കാര്യമുള്ള മനുഷ്യ, തൂങ്ങിച്ചാകാൻ 100 കൂട്ടം റീസണുള്ള മനുഷ്യ. നിന്റെ കയറഴിച്ച് താത്തു വെച്ചിട്ട്, നിന്റെ വിഷമെടുത്ത് മാറ്റി വെച്ചിട്ട് നീ നിന്റെ പ്രത്യാശയുടെ നക്ഷത്രത്തിനകത്ത് ഒരു തിരിയിടണം. പ്രത്യാശയുള്ളത് കൊണ്ട് നീ ആത്മവിശ്വാസമുള്ളവനാകും. നീ അതിനാൽ തന്നെ ഇപ്തോ ഫാക്തോ അതിനാൽ തന്നെ സംരക്ഷിക്കപ്പെടുകയും നീ സുരക്ഷിതനാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 14 അധ്യായം 7 വാക്യം, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, വെട്ടിക്കേറിയാലും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകും. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിമുറിച്ചാലും 1 വർഷം കഴിയുമ്പം അത് കണക്കിന് വളർന്നു വരും. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിന്റെ മുമ്പിൽ ഒരു പേരമരം ഉണ്ടായിരുന്നു. ആരോ ഒരാൾ അതിനെ വെട്ടിക്കളഞ്ഞു. 1.5 വർഷം, വെറും 1.5 വർഷം അത് കണക്കിന് തന്നെ കിളിർത്ത് വന്നു. ശാഖകൾ ഉണ്ടായി. അതിൽ നല്ല ചമന്ന പേരയ്ക്ക അതിൽ നിന്ന് പറിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വെട്ടിയാലും കിളിർക്കും. സത്രമടഞ്ഞ്, ഗാത്രം പിടഞ്ഞ്, കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യോസേപ്പ് പിതാവ് നിന്നപ്പോൾ, ആ കുരുക്കിൽ നീറും നിരാശയിൽ അവർക്കൊരു കാര്യം ബോധ്യമുണ്ടായി. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, സ്വർഗമന്ന പോലെ ഒരു തങ്ക വെളിച്ചം. നമുക്ക് നമ്മുടെ ഗാന ശുശ്രൂഷകളോട് ചേർന്ന് കരമടിച്ച് പാടാം. പ്രത്യാശയെ ആഘോഷിക്കാം, സഹനത്തെ ആഘോഷിക്കാം. പ്രത്യാശ ദീപം കെട്ടുപോകാതിരിക്കട്ടെ. ഈ ക്രിസ്മസ് ഇരുണ്ടു പോകാതിരിക്കട്ടെ. നമുക്ക് സന്തോഷത്തോടെ പാടിയാലോ? അപ്പനും അമ്മയും മക്കളും എല്ലാം തോളത്ത് കൈയിട്ട് ഒരൊറ്റ കുടുംബമായിട്ട് നിന്ന് ക്രിസ്മസിന്റെ ഈ സന്തോഷം മുഴുവൻ മനസ്സിലെടുത്ത് വെച്ച് നക്ഷത്രദീപം തെളിച്ച് പാടിക്കുകയും വലിയ ആനന്ദത്തോടെ, വലിയ സന്തോഷത്തോടെ. ആമേൻ. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യോസേപ്പ് പിതാവ് നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ, നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യോസേപ്പ് പിതാവ് നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ, വാനിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, വിണ്ണിൽ നിന്നും മണ്ണിനൊരു തങ്ക വെളിച്ചം. അതുകൊണ്ട് ഈ 4-ാം ദിവസം ഞങ്ങൾ ഈ നക്ഷത്രത്തെ, ഈ ദിവ്യ നക്ഷത്രത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് വയ്ക്കുകയാണ്. ആർക്കും അണയ്ക്കാനാവാത്ത, ആർക്കും ഊതിക്കെടുത്താനാവാത്ത ഒരു നക്ഷത്രം. ശത്രുവാതിലെല്ലാം അടയുമ്പോൾ, മിത്രഭാവമെല്ലാം മറയുമ്പോൾ, താരം പൂക്കും താമര പോലെ. റോമായുടെ ലേഖനം പറയുന്നില്ലേ, ഈ ക്ലേശങ്ങളിലും നമ്മൾ അഭിമാനിക്കുന്നു. കാരണം ഇത് നമുക്ക് സ്ഥൈര്യം നൽകുന്നു, അത് നമുക്ക് അടങ്ങാത്ത പ്രത്യാശ നൽകുന്നു. ഈ പ്രത്യാശ നുള്ളിക്കളയാൻ ഈ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല. ജോബിന്റെ പുസ്തകം 40:19, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ
തോൽപ്പിക്കാനാവില്ല. അധികാരങ്ങൾക്കോ പ്രഭുത്വങ്ങൾക്കോ എൻ്റെ ആത്മശക്തി തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. മെല്ലെ ഒന്ന് കൂടെ പാടാവോ? എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനല്ലാതെ മറ്റൊരാൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. 4-ാം ദിവസം ഒരു നക്ഷത്രം സ്വന്തമാക്കി. ഈ നക്ഷത്രം ക്രിസ്മസ് കഴിഞ്ഞ് എൻ്റെ പൊന്നു സഹോദരങ്ങളുടെ ഉള്ളിൽ നിന്നും കെട്ടുപോകരുത്. ഞങ്ങളുടെ ഉള്ളിലും കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ നക്ഷത്രം പൂക്കുന്ന ആകാശത്തോടെ നമുക്ക് രാജാക്കന്മാരാകാം. മനസ്സിൽ നക്ഷത്രങ്ങളുള്ളവർ ഭൂമിയിലെ രാജാക്കന്മാരാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹിയുടെ സഹവാസവും ഉള്ളിൽ നക്ഷത്രങ്ങൾ സൂക്ഷിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാൻ